നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിന് ഞാൻ ബീഫ് എടുത്ത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം വാർന്ന ബീഫിനെ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലേൻ്റെ പൗഡർ, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ കൈ കൊണ്ട് മിക്സാക്കിയതിന് ശേഷം ഒരു 3 വിസിലടിച്ചിട്ട് ഞാൻ മുക്കാൽ വേവാക്കി എടുക്കുന്നുണ്ട്. 3 വിസിലടിച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി അത് എയർ പോണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കോട്ടിങ് ഉണ്ടാക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, കുറച്ച് ഉപ്പ്, മസാലയ്ക്ക് അനുസരിച്ച് ഉപ്പ് മാത്രം എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ലൂസാക്കി, ഒരുപാട് ലൂസാകണ്ട. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ എയറൊക്കെ പോയതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ബീഫ് മാത്രം മസാലയൊക്കെ ഇട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ വെള്ളം കളയേണ്ട കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. അതിന് ശേഷം ഞാനിതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനിതൊന്ന് ബീഫ് എല്ലാം ഇട്ടിട്ട് ഞാനത് 2 പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഒരുപാട് എന്താ പറയുക, നല്ല മൊരിഞ്ഞ പോലെ പൊരിക്കണ്ട, നല്ല സോഫ്റ്റ് ആകും പോലെ കിട്ടിയാൽ മതി. പിന്നെ ഞാനൊരു ചട്ടി വെച്ച് അതിലേക്ക് 2 മുളക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അത് ആവശ്യമില്ല കേട്ടോ, നമുക്കത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് അരിഞ്ഞിട്ടിടാനോ താല്പര്യം വെച്ചാൽ അങ്ങനെ ഇടാം. ഞാനത് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് അത് നല്ലപോലെ പൊട്ടി പച്ചമണമൊക്കെ പോയി നല്ലൊരു ഫ്ലേവർ വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ചെറിയ ഉള്ളിയായിട്ട് മാത്രം വേണമെങ്കിലും ചെയ്യാം, ഇല്ല വലിയ ഉള്ളിയായിട്ട് മാത്രം വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളിക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ പോയി ഉള്ളിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് വരണം കേട്ടോ. മൊരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഇട്ട് അതും നല്ലപോലെ പച്ചമണം പോയതിന് ശേഷം 1/4 കപ്പ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പാണ്, അത് ഒഴിച്ച് നല്ലപോലെ വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ച് വെച്ച ബീഫ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഈ ബീഫ് ഈ മസാലയെ കടന്നിട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരുപാട് വറ്റണ്ട, ഒരുപാട് വെള്ളവും വേണ്ട. ഈ വെള്ളമൊക്കെ ഒന്ന് നമ്മുടെ ബീഫ് കുടിച്ച് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട്, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. പിന്നെ ഞാൻ അതിലേക്ക് കറുവേപ്പിലിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗരം മസാലേൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ച മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ചും കൂടി ഞാൻ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം ഇടുക. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.